മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ഒരു ബലാത്സംഗ ശ്രമമല്ല, ബലാത്സംഗ കുറ്റമേ അല്ല എന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു. അതിനിപ്പം സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പിന്നെ പഞ്ചാബിലെ DGP ആണോ അഡീഷണൽ DGP ആണോ ഒരാൾ, ജഡ്ജി അല്ല DGP പോലീസ് ഓഫീസർ, പഞ്ചാബിലെ പോലീസ് ഓഫീസർ ഒരു ചടങ്ങിൽ വെച്ച് ഒരു സ്ത്രീയുടെ ബാക്കിലും തട്ടി, പെട്ടക്സിലും തട്ടി, വലിയ വിവാദമായി, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ ശരീരത്തിനും ആണ് ചാരിത്രം പറയുന്നത്. പുരുഷന് ചാരിത്രം വേണ്ടേ? പുരുഷനും ചാരിത്രം വേണമല്ലോ, തിരിച്ച് ചിന്തിച്ചാൽ. പവിത്രത സ്ത്രീക്കാണ് പറയുന്നത്. സ്ത്രീത്വം, മാതൃത്വം ചോദ്യം ചെയ്യുന്നു, പിതൃത്വം ആരും ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നില്ല. സ്ത്രീത്വത്തെ, എൻ്റെ സ്ത്രീത്വത്തെ, ഞാനിപ്പോൾ നിങ്ങളെ വല്ല ബോളം ഉണ്ടാക്കി നിങ്ങൾ കേസ് കൊടുക്കുന്നത് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു, അപ്പോൾ നിങ്ങൾ അതിനകത്ത് കേസിൽ അതും കൂടെ എഴുതും. പക്ഷെ ഞാൻ പുരുഷത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എഴുതാറില്ല. എന്തുകൊണ്ടത് വന്നു? ഈ അലഹബാദ് ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഭാരതീയത്തിലെ ജനതകളും കേരളത്തിലെ ആളുകൾ അറിയേണ്ട ചില ചരിത്രമുണ്ട്. കുടുംബം വരുന്നതും എങ്ങനെയാണ്? ഈ കുടുംബമൊന്നും പുരുഷന്മാർക്ക് ഇഷ്ടമൊന്നുമല്ല. ഈ കുടുംബം വരുന്നത് സ്ത്രീകളുടെ ശരീരത്തിന് അങ്ങനെ ഒരു മറ്റൊരാളിൻ്റെ, സ്ത്രീയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ തുടരുതെന്ന് പറയുന്നത്, പിന്നെ എന്താണ്, നോക്കരുത്, നോക്കുന്ന പോലും മാനസികമായിട്ട് പോലും പീഡിപ്പിക്കരുതെന്ന് പറയുന്നത് എന്തിനാണ്? ഇതൊരു തമാശയ്ക്ക് വെച്ചൊരു നിയമമല്ലല്ലോ. വനിതാ കമ്മീഷൻ വന്ന് ഇതൊക്കെ വന്നെന്തിനാണ്? സ്ത്രീകളെ കുറച്ചുകൂടി അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന നിലയിൽ എപ്പോഴും പുരുഷന്മാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, അത് വീട്ടിലാവട്ടെ, ഭർത്താവിൻ്റെ അടുത്താവട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിലാവട്ടെ, ജീവിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും തൻ്റെ ശരീരം നോക്കി ഒരു ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കട്ടെ എന്നുള്ള ഒരു ഭാഗം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അല്ല, സ്ത്രീയുടെ ശരീരം സംരക്ഷിക്കുക എന്നുള്ള മാത്രമല്ല ഇവിടെ. അവരുടെ ആത്മാഭിമാനം, അവരുടെ അന്തസ്സ്, അവരുടെ ഡിഗ്നിറ്റി, അവർക്ക് സമൂഹത്തിൽ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കിട്ടേണ്ട എല്ലാ പരിഗണനയും കിട്ടണം എന്ന് വെച്ചിട്ടാണ് നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് അലഹബാദ് ഹൈക്കോടതി പറയുന്നത് ചരടിൽ പിടിച്ചാൽ കുഴപ്പമില്ല, മാറിടത്ത് പിടിച്ചാൽ കുഴപ്പമില്ല. എവിടെ എന്ത് ജഡ്ജിയാണ് പറയുന്നത്? മാത്രമല്ല സാർ, പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യുക, പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ. കുടുംബത്തിൽ ചില സ്ത്രീകൾ പുരുഷനെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരിക്കാം, ശാരീരികമായി. പക്ഷെ ഇത്തരത്തിൽ ഒരു ലൈംഗിക വീഴ്ചയിലേക്ക് സ്ത്രീകളെ മാത്രമേ എപ്പോഴും പ്രയോജനപ്പെടുത്തുന്നു. ലൈംഗിക ചൂഷണം സ്ത്രീകൾക്ക് നേരെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വലിയ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുന്നത്. മാത്രമല്ല വേറെ കാര്യം പറയുന്നത്, ഒരു നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ല ഒരു പരിധിവരെ ശരിയാണ്. ഒരു പയ്യനുണ്ടെന്ന് വിചാരിക്കുക, ചെറുപ്പക്കാരനോടാണ്, പെണ്ണുങ്ങൾക്കെല്ലാം ശല്യമാണെന്ന് വിചാരിക്കുക. കുളക്കടവിൽ പോവുക, പെണ്ണുങ്ങൾക്ക് എല്ലാം ശല്യമാണെങ്കിൽ പറയും, അവനെ പഠിച്ച് കെട്ടിച്ച ഈ ശല്യം മാറും. കെട്ടിക്കുന്ന പെണ്ണ് വളരെ സാധു പാവമായിരിക്കും. ഒരു പുരുഷനെ പോലും നോക്കാത്തൊരു സാധു പെൺകുട്ടിയാണ് ഈ അലവലാതിക്ക് പിടിച്ച് കെട്ടി കൊടുക്കുന്നത്. നമ്മൾ കാണുന്നതാണ്. ഇനിയിപ്പോൾ അടങ്ങി ഒതുങ്ങി നടക്കും. കാര്യം എന്താ? അവനൊരു പെണ്ണിനെ കെട്ടിയല്ലോ. അപ്പോൾ പുരുഷന് എന്തുമാകാം. ഞാനത് പറഞ്ഞു, പാതിവൃത്യമില്ല പുരുഷൻ. എന്തൊരു സമൂഹമാണെന്നറിയാം നമ്മൾ ചിന്തിച്ചാൽ. പുരുഷന് ഇതൊക്കെ ഉണ്ടെന്നേ, അല്ലെ ഇതൊക്കെ വേണമെന്നേ, പുരുഷന് ആവശ്യമില്ല. അപ്പൊ പുരുഷന് ആവശ്യമില്ലാത്ത പുരുഷന്മാരുണ്ട്. എൻ്റെ അമ്മ മരിച്ചുപോയല്ലോ. എൻ്റെ ചേച്ചിയോട്, ഞങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ ചേച്ചി ചെറിയ ആളാണ്, അമ്മയോട് എപ്പോഴും പറയും, ആൺകുട്ടികൾ ചാടും പോലെ ഇയാൾ ചാടരുത്. അവന്മാർ കാണുന്ന സ്ഥലങ്ങളിൽ പിന്നെ ചവിട്ടും, ചെളി കണ്ടാൽ ചവിട്ടും, അടുത്ത കുളത്തിൽ അവർ കഴുകും, അവരങ്ങ് പോകും. പെൺകുട്ടികൾ അങ്ങനെ പോകരുത്. അമ്മ പഠിപ്പിക്കുന്നതാണ് മക്കളെയൊക്കെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കന്യകാത്വവും ചാരിത്രവും ഒക്കെ കൊടുത്തിരിക്കുന്നത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് ശാരീരികമായൊരു സുരക്ഷിതത്വവും ഉണ്ട് അവർക്ക്. അപ്പോൾ ആ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ. ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഈ ഒരു പരാമർശം, ഈ ഒരു ഓർഡർ മനുഷ്യത്വരഹിതമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? മനുഷ്യത്വരഹിതമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കേസുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസിന്റെ ഈയിടയ്ക്ക് വന്നൊരു കേസ്, 15 കോടി രൂപയുടെ അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു കോടതിയിലുള്ള വിശ്വാസമല്ലേ നഷ്ടമാകുന്നത്? ഇത്തരത്തിൽ ഇപ്പൊ ആ ഒരു ജസ്റ്റിസിന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഏതെല്ലാം കേസുകൾ തിരിമറി നടന്നിട്ടുണ്ടായിരിക്കാം. അതെ അല്ലേ? തിരിമറി നടന്നിട്ടുള്ളത് മാത്രമല്ല, ഈ ജഡ്ജിമാരും മനുഷ്യരാണല്ലോ. ഒന്നാമത്തെ വിഷയം, അവരും മദ്യത്തിനും മദിരാക്ഷിക്കും പിന്നെ കാമം, ക്രോധം, ലോഭമോഹം എല്ലാറ്റിനും അവരും കീഴടങ്ങുന്നവരാണ്. നമ്മൾ പണ്ടാര പറഞ്ഞതൊക്കെ നല്ലൊരു
നമ്മളെ കുറേ പണവും മറ്റ് സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് വക്കീലും അല്ലെങ്കിൽ ഏത് ജഡ്ജും വീഴും എന്ന് പറയുന്ന നിലയിലേക്ക് കൂടി എന്ത് മാറി വരുന്നു, ജുഡീഷ്യറി മാറി വരുന്നു. സർ, നമ്മൾ അവസാനം ചെന്നെത്തുന്നത് ജുഡീഷ്യറിയുടെ ഒരു വിധിയിലാണ്. അതെ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു വിധി നടപ്പിലാക്കാൻ ജനത്തിന് പറ്റില്ല. ഇനിയിപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ജനം സ്വന്തമായിട്ട് വിധികൾ നടപ്പിലാക്കും. അതിൽ ഞാൻ പറഞ്ഞ നീതി ദേവത എന്ന് പറയുന്നത് ഒരു സംവിധാനം എന്തിനാണ് കണ്ണ് കെട്ടിവെച്ചിരിക്കുന്നത്? അവിടെ എന്തിനാണ് ഒരു ഇത് വെച്ചിട്ട് പ്രതിമ വെച്ചിട്ട് അതിൻ്റെ കണ്ണ് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ നീതി നടപ്പിലാവണമെന്നാണ് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് ചെയ്യുന്നില്ല, അത് നടപ്പിലാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വക്കീലാവുന്ന സമയത്ത് തന്നെ, എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ പല നിയമങ്ങളും വരേണ്ട കാലമായി. മദ്യപിക്കരുത്, മദ്യപിക്കുകയാണെങ്കിൽ അപ്പോഴേ വക്കീൽ പിന്നെ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെടരുത്, അങ്ങനത്തെ നിയമങ്ങൾ വരേണ്ട കാലമായി. നമ്മളെല്ലാത്തിനും നിയമം വയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ അതിൻ്റെ പൈലറ്റ് ആവണമെങ്കിൽ അതിൻ്റെ നിയമമുണ്ടല്ലോ. പട്ടാളത്തിൽ ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ആർമി ഓഫീസറെ കണ്ടു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് അദ്ദേഹം ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ പങ്കെടുത്തതാണ്. NCCയുടെ ഓഫീസർ, ആർമിയിലെ NCC ഓഫീസർ. അപ്പം ഞങ്ങളിങ്ങനെ ചീഫിന് എല്ലാ പരിപാടികളും ഞാൻ സാറിൻ്റെ ഫേസ്ബുക്ക് ID പറയും, ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞു. അതേ ചിരിച്ചിട്ട് ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഇല്ല. ഞാൻ സാറിന് ഒരു ഫേസ്ബുക്ക് ID ഞാൻ തുടങ്ങി തരാമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞെന്നറിയാമോ, ഞങ്ങൾക്ക് ഒക്കില്ല, നിയമം അനുവദിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ സമയമില്ലാത്തത് ഫേസ്ബുക്ക് ഉണ്ടാക്കത്തില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. സ്ത്രീകൾക്ക് മാത്രമല്ല സാർ, പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം വായിച്ചതാണ്. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞാലും മറ്റൊരു കാമുകനുമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പ്രണയത്തിലാവുന്നതിലോ തെറ്റില്ല, ഒരു കോടതി വിധിയാണ് അത് വന്നത്. ഇത്തരത്തിലുള്ള പല വിചിത്രമായ വിധികളും നമ്മൾ മീഡിയയിലൂടെ കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വിധികൾ വളരെ വിചിത്രമാണ്. വിചിത്രം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം, അതാ ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഈ ഉള്ളി തൊലിക്കും പോലാണ്. അങ്ങനെ ഇല്ല, ഒരു സൊസൈറ്റിക്ക് അങ്ങനെ പറ്റില്ല. കുറച്ച് റെസ്ട്രിക്ഷൻസും കുറച്ച് അത് ആരേർപ്പെടുത്തണം എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. സ്വയം കൊണ്ടുവരേണ്ട അച്ചടക്കമാണോ, നിയമം മൂലം കിട്ടേണ്ട അച്ചടക്കമാണോ, അതോ സമൂഹം തരേണ്ട അച്ചടക്കമാണോ എന്ന് അറിയില്ല. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ അല്ലാതെ സപ്രസ് ചെയ്ത് വയ്ക്കണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ വിധികളാവട്ടെ, ചിന്തകളാകട്ടെ, സമൂഹത്തിൻ്റെ ചിന്തകളാകട്ടെ വളരെ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് എങ്ങനെയാണത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ വേറെ ചെറിയ ഉദാഹരണം പറയും, ഇതുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയിരുന്നു, 2 മാസം മുമ്പ്. സ്കൂളിൽ പോയി പ്രസംഗിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആൺകുട്ടി കഴിച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്ക് എപ്പോഴും ഫോൺ ചെയ്യുന്നൊരു ചോദ്യം, സാർ ഞങ്ങൾ ഈ ലാസ്റ്റ് ഡേ പോകുന്ന ദിവസം, ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന ദിവസം എൻ്റെ കൂട്ടുകാരിക്ക് ഞാൻ ഒരു കിസ് കൊടുത്താൽ പ്രശ്നമുണ്ടോ? ഞാൻ എന്താ പറയുന്നത് ആ കുട്ടിയോട്? അപ്പോൾ സദസ്സാണ്, 300 കുട്ടികൾ ഇരിക്കുന്ന സദസ്സാണ്. HM ഉണ്ട്, പ്രിൻസിപ്പാളിൻ്റെ എല്ലാവരും ഉണ്ട്. നിഷ്കളങ്കയായ കുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ പെൺകുട്ടി ചോദിച്ചു, സാർ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ക്രൈസ് തോന്നിയാൽ തെറ്റുണ്ടോ? അതൊക്കെ കുട്ടികൾ ചോദിക്കാൻ കാര്യം ഞാൻ ആ ലൈൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കുട്ടികളെ അത് പറഞ്ഞപ്പോഴേ ഇന്ന് SSLC പരീക്ഷ തീരുന്ന ദിവസം, അതായത് ഞാൻ കുറച്ച് മുമ്പ് 1-2 മീഡിയയിൽ കണ്ടെന്ന് അമ്മമാര് വന്ന് കയ്യോടെ മക്കളെ വിളിച്ചു ആ സെക്കൻഡിൽ കൊണ്ടുപോവുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ വേറെ കുട്ടി ചോദിച്ചതാണ്, ഈ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളിൽ മധുരവും ഉണ്ടല്ലോ, അപ്പോൾ 1 മിനിറ്റ് കഴിച്ചിട്ട് 5 മിനിറ്റ് സുഖം കിട്ടിയാൽ കുഴപ്പമുണ്ടോ സാറേ? ഞാൻ എന്തുത്തരം പറയട്ടെ? അപ്പോൾ കുട്ടികൾ പുതിയ ലോകത്താണ്, മുതിർന്നവരും ആ ലോകത്താണ്, കോടതികളും ആ ലോകത്താണ്. അപ്പോൾ നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോവുക? ഏതൊക്കെ റെസ്ട്രിക്ഷൻസ് വേണം? റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ ഏതൊക്കെ വേണം? അത് ആരേർപ്പെടുത്തും? നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിലൂടെ സ്വയം ഏർപ്പെടുത്തുന്നതാണോ? ഞാൻ സ്വയം ഏർപ്പെടുത്തുന്നുണ്ടല്ലോ, അതോ സമൂഹം എനിക്ക് ഏർപ്പെടുത്തി തരണമോ? കുടുംബം എനിക്ക് ഏർപ്പെടുത്തി തരണമോ? എന്താണ് ഞാനാവുന്ന വ്യക്തിയെ, ഞാൻ ജനിച്ച് ഈ സമൂഹത്തിൽ വന്ന് ഒരു പൗരനായി മാറുമ്പോൾ, സ്ത്രീ ആയാലും പുരുഷനായി മാറുമ്പോൾ എന്നെ രൂപപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് ഇവിടെ. അത് ഞാനായി വരുമ്പോൾ എന്താണ് ഞാൻ രൂപപ്പെട്ട് വരേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ വികലമായ മനുഷ്യനെ ദഹിക്കാത്ത ഉത്തരവുകൾ കൊണ്ടുവരുന്നു. ഹൈക്കോടതിയാണ് പറയുന്നത്, ഒരു സാധാ മുനിസിപ്പൽ കോടതിയാണെന്ന് മനസ്സിലാവും. ഹൈക്കോടതിയാണ് പറയുന്നത്. സുപ്രീം കോടതി അതുപോലെ എടുത്ത് അടിക്കുകയാണ് അതിനെ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മതത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. മതം, ജാതി, പുരോഹിത കാര്യങ്ങൾ, സ്ത്രീകളുടെ കാര്യങ്ങൾ, ഇതിലെല്ലാം ഇത് തന്നെയാണ് സ്ഥിതി. അതെ, ഈ നീതിന്യായ വകുപ്പിന്റെ സിസ്റ്റം തന്നെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നില്ലേ ജഡ്ജിമാർ? ഇപ്പൊ സുപ്രീം കോടതി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ യശ്വന്ത് സിംഗ് പുള്ളിയുടെ ജസ്റ്റിസിന്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ സുപ്രീം കോടതി വളരെ സുതാര്യമായിട്ടാണ് എല്ലാ കേസ് വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു സുതാര്യതയും ചില കാര്യങ്ങൾ ഒരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റം മാറ്റി ജഡ്ജിയുടെ കാര്യത്തിലും ഒരു നിയന്ത്രണമല്ലേ ജഡ്ജിമാർ? അതായത് സോഷ്യൽ ഓഡിറ്റ് വേണ്ടേ? ഇപ്പം നമ്മൾ വല്ലതും പറഞ്ഞാൽ കോർട്ട് അലക്ഷ്യമാവും. അതെ, കോർട്ട് അലക്ഷ്യമാവുന്നതിനേക്കാൾ ഒരു സോഷ്യൽ ഓഡിറ്റ് വേണ്ടേ? സകല സ്ഥലത്ത് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണ്ടേ? വക്കീലന്മാരുടെ നിന്ന് ഉയർന്നവരാണ്, ഞാൻ LLB കഴിഞ്ഞ ആളാണ്. വക്കീലന്മാരുടെ നിന്നും ജഡ്ജിമാരുടെ നിന്ന് ഉയർന്നവരുടെ ഒരു ചോദ്യമാണ്. നമ്മളിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ അത്ര എന്തായിരിക്കണം?
പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളത്രയും പെർഫെക്റ്റ് ആവാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ വിധികളിൽ പെർഫെക്ഷൻ ഇല്ലേ താനും നമ്മളെ വിധികളെയും മറ്റു കാര്യങ്ങളെ ആരെയൊക്കെ ചോദ്യം ചെയ്യാനും പറ്റുന്നില്ല ജനങ്ങൾക്ക്. അതെന്ത് സംവിധാനമാണ്? അപ്പോൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം. കോടതികളും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകേണ്ടതുണ്ട്. ജഡ്ജിമാരും ഒക്കെ ആവേണ്ടതുണ്ട്. ഇവിടെ പല കേസുകളും നമ്മൾ കേൾക്കുന്ന എന്താണ്? ഈ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വീഴുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മളെ ഈ അഭിഭാഷക വൃത്തിയും ജഡ്ജിമാരുടെ സമൂഹവും വരുന്നത്. അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്.